ഉത്തരേന്ത്യയിലെ ആൾക്കാർ പുറത്ത് കുത്തിട്ട് തൂറ റോട്ടിന്റെ അകത്ത് അതിനൊക്കെ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കും. ട്രെയിൻ എത്താത്ത പല സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇന്ന് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ, ഈ ട്രെയിനുകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജനങ്ങൾ ഇഷ്ടപ്പെട്ട 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് പ്രധാനമന്ത്രി ഒരു പത്രസമ്മേളനം നടന്ന ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ടൂറിസം മേഖല ഡെവലപ്പ് ജീവിതത്തിൽ ഒറ്റ പൈസ ഗുണം ഉണ്ടാക്കിയോ എന്നുള്ളതാണ് ശ്രീ വിലയിരുത്തുന്നത്. നടപ്പിലാക്കിയോ ഇതൊന്നും പെട്രോളിന്റെ വില കുറച്ചിട്ട് അവിടെ കൊടുക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ആണ് കൂടുതൽ പോകുന്നത്. നമ്മളിവിടെ നിന്ന് പിരിക്കുന്ന 100 റുപ്യയില് 42 റുപ്യ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. മൊത്തത്തിൽ 60% ലക്ഷക്കണക്കിന് കോടികളാണ് കടമായിട്ട് കൊടുക്കാനുണ്ടായിരുന്നത്. ആ കടം കിട്ടാൻ വേണ്ടിയിട്ടാണ് കക്കൂസ് ഉണ്ടാക്കണേന്ന് പറഞ്ഞപ്പോ എല്ലാവരും ആദ്യം കുറ്റം പറഞ്ഞു, ഇയാൾ കക്കൂസ് ഉണ്ടാക്കാനാ വന്നത് വെച്ച്. അതേസമയത്ത് കക്കൂസ് ഉണ്ടാക്കി കൊടുത്ത സമയത്ത് അവിടുത്തെ MP എന്ത് ഇപ്പൊ വയനാട് MP ആയി. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 10 വർഷമായി മോദി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു. കോൺഗ്രസിന്റെ വളരെ നീണ്ട വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് BJP അധികാരത്തിൽ കയറിയത്. അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ അധികാരം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തി അതിൽ പരാജയത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ആ നിലക്ക് ഇപ്പോൾ ഈ 18ാം ലോകസഭയിലേക്ക് കോൺഗ്രസ് അധികാരത്തിലെത്താനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി എന്ന അടിസ്ഥാനത്തിൽ പൊതുജനങ്ങളുടെ മുൻപാകെ വെക്കാനുള്ള അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത്, പൊതുവെ ഇന്ത്യ രാജ്യത്താകമാനമുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വിമർശനം കോൺഗ്രസിനകത്തുള്ള നേതാക്കളൊക്കെ തന്നെയും MLA-മാരായാലും മന്ത്രിമാരായാലും വളരെ പെട്ടെന്ന് തന്നെ പടലകളോട് കൂടിയിട്ട് BJP-യിലെ മറികണ്ടം ചാടുന്ന ഒരു അവസ്ഥ നിലവിൽ ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു കുറുക്ക് വഴി നിങ്ങൾ കാണുന്നത്? ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അവർ BJP-യിലേക്ക് പോയതുകൊണ്ട് ഞങ്ങളെ പാർട്ടി നശിക്കുന്നില്ല. ഒരു സംസാരമുണ്ട്, നമ്മളെ ഒഴിവാക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ശരിയായിരിക്കും. നമ്മളെ മടുത്തിട്ട് നമുക്ക് നമ്മളെ സ്ഥാനങ്ങളൊക്കെ എത്രയോ കൈകാര്യം ചെയ്ത് എത്രയോ മുൻ നിലയിലേക്ക് എത്തിയ ആൾക്കാരാണ് അവസാനം ഒരു സീറ്റ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മളെ ചവിട്ടി താഴ്ത്തി നമ്മളെ അത്രയും ചേതോദം ചെയ്തിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അത് വേസ്റ്റാണ്. ആ വേസ്റ്റുകളെയാണ് BJP എടുക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്കതൊരു സങ്കടമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകുന്നത്. പോവുക, ഞങ്ങൾക്കുള്ള ആൾക്കാർ മാത്രം വെച്ച് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മോദി സർക്കാർ ഞങ്ങൾ ഇറക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. രാഹുൽജി അത്ര അഹോരാത്രം കഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് പിടിച്ചെടുക്കാനുള്ള പല കാരണങ്ങൾ, അതായത് ഇപ്പം നമുക്ക് തന്നെ പെട്രോള്, ഡീസൽ, അങ്ങനെ വേണ്ട ഓരോ പ്രശ്നങ്ങൾ, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെ, പിന്നെ ഭക്ഷ്യസാധനങ്ങളത് എല്ലാം ഓരോ കാര്യങ്ങളിലൊക്കെ കേന്ദ്രത്തിലും ഇവിടെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് നമ്മളൊരു കിടൻ അജണ്ട വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് രാഷ്ട്രീയ പ്രവർത്തകർ മറുകണ്ടം ചാടുക എന്നുള്ള ഒരു ചീത്ത ഇമേജിനെ മറികടക്കാൻ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാവും എന്നുള്ള ചോദ്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ അപ്പം BJP-ന്റെ ഒരു നമ്മുടെ നാട്ടിലുള്ള വളരെ ഒരു പ്രവർത്തകരാണ് പ്രേമേട്ടൻ. അപ്പോൾ പ്രേമേട്ടനോട് ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം മോദിൻ്റെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഈ ഒരു തെരഞ്ഞെടുപ്പ്. ആ നിലക്ക് മോദിയുടെ ഭരണത്തെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളിടയിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ ഉള്ള വിമർശനങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒട്ടനേകം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മോദിക്കെതിരെ ആരോപണങ്ങൾ വരുന്നത്. അതായത് രാജ്യത്ത് ആകമാനുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വയ്ക്കുക, അതായത് ആധാർ എന്ന ഒരു മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വ്യക്തിപരമായിട്ട് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഭരണനിർവഹണം നടത്തുക, അതേപോലെ തന്നെ മരുന്നുകളുടെ കാര്യത്തിൽ പിന്നെ കുത്തനെ വില വർദ്ധിപ്പിക്കുക. ആദ്യം മോദി അധികാരത്തിൽ വന്നപ്പം ഉണ്ടായിട്ടുള്ള സംഭവം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില വർദ്ധിപ്പിക്കുക എന്ന നടപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വലിയൊരു വിമർശനാത്മകമായിട്ട് BJP-യെ പിടികൂടുമ്പോൾ എങ്ങനെയാണ് ഒരു ഭരണ തുടർച്ചയിലേക്ക് എത്താൻ പറ്റുക? എന്താണ് നിങ്ങൾക്ക് സാധാരണക്കാരന് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശം എന്താണുള്ളത്?
സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു 100 രൂപ സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയാണ് മോദി അധികാരത്തിൽ എത്തിയ ശേഷം ആദ്യമായിട്ട് ചെയ്തത്. ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം അവരിൽ നിന്ന് 5 പൈസ പോലും നഷ്ടപ്പെടാതെ അവരെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയാണ് ചെയ്തത്. അത് പിന്നെ ജൻധൻ അക്കൗണ്ട് തുടങ്ങിയ അന്ന് മുതൽ, അതേപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഇങ്ങനെ ഏകദേശം 300-ലധികം പദ്ധതികൾ ഇന്ന് കേന്ദ്ര സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പദ്ധതികളിൽ ഞങ്ങളിന്ന് ഓരോ വീടുകളിലും പോകുന്ന സമയത്ത്, ഞങ്ങൾ ഓരോ വീട്ടിലും സംസാരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് കുടിവെള്ളം കിട്ടിയിട്ടുണ്ട്. അതുപോലെ മരുന്നിൻ്റെ കാര്യം പറഞ്ഞു. മരുന്നിൻ്റെ കാര്യം കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് കൊടുക്കുന്നത് ജനൌഷധി കേന്ദ്രങ്ങളിലൂടെയാണ്. ഇനി ജനൌഷധി കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. അതേസമയത്ത് ഇവിടെ ഇത്രയും കാലം മറ്റുള്ള കക്ഷികൾ ഭരിച്ച സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം രാമനാട്ടർ ഇത്തുലാംകുന്ന് എന്ന് പറഞ്ഞ കോളനിയിൽ പോയി. അവിടെ ആ വീട്ടിൽ വെള്ളം കിട്ടിയിട്ടില്ല. 1 വർഷം മുമ്പ് പോയ സമയത്ത് അവിടെ അടുത്ത് വെള്ളം വരുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇന്നും അവർക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ഈ ഇത്രയും വർഷങ്ങളായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് മോദി ഗവൺമെൻറ് എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുക, അതേപോലെ തന്നെ വീടില്ലാത്ത എല്ലാ ആളുകൾക്കും വീട് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് യു പിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വീട് കൊടുക്കാനും ടോയ്ലറ്റ് കൊടുക്കാനൊക്കെ സംവിധാനം അതിൻ്റെ ശേഷമാണ് അവിടെ മറ്റുള്ള നിങ്ങൾ ഈ പറഞ്ഞ ഈ പരിപാടികളൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രാദേശിക മുനിസിപ്പാലിറ്റികളൊക്കെ ഏറ്റെടുത്ത് കണ്ട് ചെയ്യുന്ന ജലവിതരണ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ. അപ്പം പ്രാദേശികമായിട്ടായി കഴിഞ്ഞാലും ഓൾ ഇന്ത്യ ബേസിലായി കഴിഞ്ഞാലും ഇപ്പോൾ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ എത്രയോ കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു വികസനം നടക്കുന്നത്. 35ഓളം അമൃത് പദ്ധതി പ്രകാരം 35ഓളം റെയിൽവേ സ്റ്റേഷനിലാണ് പിന്നെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എല്ലാ സ്ഥലങ്ങളും നമ്മൾ എവിടെ പോകുന്ന സമയത്ത് തന്നെ വികസനം. ഞങ്ങൾ എവിടെ ചെന്നില്ല മറ്റേ ആളുകൾ പറഞ്ഞ് വികസനമാണ് BJPൻ്റെ രാഷ്ട്രീയം തന്നെ വികസനമാണ് എൻ്റെ രാഷ്ട്രീയം എന്നാണ് പിന്നെ മോഡിജി തന്നെ പറയുന്നത്. BJP അതാ പറയുന്നത്. വികസനത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് എല്ലാ കാലത്തും നമ്മൾ ഈ ഫറോക്കിലെ പാലത്തിലൂടെ അങ്ങോട്ട് പോവുക, അരമണിക്കൂറൂടെ കാത്തിട്ട് അങ്ങനത്തെ. അപ്പോൾ പാലം വരുന്നത് 55 കോടി അതിന് വേണ്ടിയുള്ള എമൗണ്ട് പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരാളോട് പ്രത്യേകം കമ്പൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങൾ പറയുന്നില്ല. അതേപോലെ തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനം മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. നമ്മൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ LDFനെയോ UDFനെയോ കുറ്റം പറയുന്നേ ഇല്ല. ഞങ്ങൾക്ക് കുറ്റം പറയാൻ സമയമില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ ചെയ്ത കാര്യങ്ങൾ മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഓരോരുത്തർക്കും അതിൻ്റെ ഗുണം ലഭിക്കുക എന്നുള്ള അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയ ആളുകൾ അവർ മനസ്സിലാക്കിയിട്ട് സ്വയം ഇഷ്ടപ്പെട്ടിട്ട് അവർ മോദിനെ വീണ്ടും ഭരണത്തിൽ കൊണ്ടുവരാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. അവർ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നമ്മൾ ഇത് വോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ബാലറ്റിലൂടെയല്ല, വോട്ടിംഗ് മെഷീനിലൂടെയാണല്ലോ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്യുന്നു. ഏത് ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത്? കഴിഞ്ഞ 10 വർഷം മുമ്പ് മോദി ഗവൺമെന്റിന്റെ വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിൽ ഭയങ്കര പ്രയാസം. എല്ലാവരും ഇപ്പോൾ എല്ലാ മേഖലയിലും വോട്ടിംഗ് മെഷീനെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ 50 വോട്ടിന് പിന്നെ ഒരു വോട്ട് മാറ്റാം, 5 വോട്ടിന് ഒരു വോട്ട് മാറ്റാം എന്നുള്ള രീതിയിൽ ഇത് പ്രവർത്തനം നടക്കണം. അപ്പോൾ വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞ സംവിധാനത്തിൽ ആളുകൾ പൂർണ്ണമായിട്ട് തൃപ്തരല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് കർണാടകത്തിലൊന്നും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പല സ്ഥലത്തും കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളിൽ തെലങ്കാനയിൽ അവിടുത്തെ സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് മെഷീൻ കോൺഗ്രസ് പിന്നെ സ്ഥലത്ത് വിജയിച്ച് കേരളത്തിലെ വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടാണ് ചെയ്ത് എന്ന് പറയുന്നുണ്ട്. അവിടെ ശീഘ്രമാണ് ജയിക്കുന്നതാണ്. പക്ഷേ ഇവരെ ആത്യന്തികമായിട്ട് ലക്ഷ്യം എന്താ വെച്ചാൽ പാർലമെന്റാണ്. അതായത് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളിൽ ഇടപെടാതിരിക്കുകയും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ, അതായത് ചില സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടപെടാതിരിക്കുകയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് ഇടപെട്ട് അവർക്ക് അതിൽ വിജയം നേടാനുള്ള കരുക്കൾ നീക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അതിനെ പ്രതിപക്ഷ നേതാവ് പിന്നെ മറ്റേ പേര് വെക്കുന്ന ഒരാള്, പിന്നെ അതിന് പുറമെ പിന്നെ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയിൽ ജഡ്ജിയാണ്. 3 ആളുകൾ ചേരുന്ന ഒരു എന്താ പറയാ ഒരു ബെഞ്ചാണ് തീരുമാനിക്കുന്നത്. ഈ സംവിധാനത്തെ BJP മറികടന്ന് എങ്ങനെ അവർ പറയുന്ന 2 ആളുകൾ കൂടെ അപ്പൊ എന്തിനാ വെക്കുന്നത്? ഒരു വിചാരിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ കൊണ്ടുവരണം. ഒന്ന്. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ ഇപ്പൊ 10ാമത്തെ കൊല്ലാണ് ഏത് വനിതാ ബില്ല് പാസ്സാക്കി, അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത് 10ാമത്തെ കൊല്ലം ആവേണ്ടി വന്ന് ഇവിടുത്തെ നമ്മളെ 35ഓളം അമൃത കേന്ദ്രങ്ങളിൽ എന്തോ ഇത് വരുന്നതല്ലേ ഈ സംഭവം.
ഇത് എന്തിനാ കൊണ്ടുവരുന്നില്ല. കാരണം എന്താ ഇത്തരം സാധനങ്ങൾ നന്നാക്കിയിട്ട് ആർക്കും വിൽക്കാനല്ലേ കൊണ്ടുവരുന്നത്. ചേട്ടൻ പറഞ്ഞേ ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ ഞാൻ പറയുന്നത് അറിയോ, ഞാൻ പറയുന്നത് ഇവിടുത്തെ KSRTC ബസ് ഗവൺമെന്റ് ഉപയോഗിക്കുകയും ഈ ഗവൺമെന്റ് KSRTC ബസ്സിൽ എല്ലാം നശിപ്പിക്കല്ലേ. KSRTC ഗവൺമെന്റിനെയാണ്. ഈ ഗവൺമെന്റ് KSRTC നശിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. എന്താ ഗുണങ്ങള്? കഷ്ടകാലം എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്തു? KSRTC ജോലി ചെയ്ത് എത്രയോ പേര് ആത്മഹത്യ ചെയ്തു. സർക്കാർ എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടുന്ന പിണറായി വിജയൻ പറഞ്ഞത് KSRTCയിലെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഔദാര്യം കൊണ്ടല്ല പെൻഷൻ അതേപോലെ തന്നെ അത് ഓരോ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ വലിക്കണേ. ആ ജനങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനമായിരുന്നല്ലോ ഇവിടെ സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. കേരള സോപ്സ് ഇതൊക്കെ ട്രാൻസ്പോർട്ടിംഗ് ആവശ്യത്തെ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൽ ആരെ കയറുന്നത്? ഞാൻ ചോദിക്കട്ടെ, പിന്നെ നിങ്ങൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അദാനിക്ക് ഇങ്ങനെ വിൽക്കാനും ലേലം ആർക്കും വെക്കുന്നില്ല. ഇന്ത്യൻ എയർലൈൻസ് ഇന്ന് ലാഭത്തിലാ. സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പണിയെടുക്കില്ല. ഞാനൊക്കെ 12 മണിക്കൂർ പണിയെടുക്കുന്നില്ല. പണിയെടുത്ത ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പണി ഫുള്ളായി എടുക്കുന്നുണ്ട്. എല്ലാവരും എടുക്കുന്നില്ല എന്ന് പറയില്ല. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ജീവനക്കാരുണ്ട്. പക്ഷെ പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് സ്ഥാപനം മറുപടി ഇതിനെ മൊത്തം സ്വകാര്യവൽക്കരിക്കലില്ല. എന്താണ് സ്വകാര്യവൽക്കരണം? സ്വകാര്യവൽക്കരിച്ചാൽ നിങ്ങളൊരു മുതലാളിയാണ്, നിങ്ങൾക്ക് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് നിങ്ങൾ എന്തും ചെയ്യും. അതല്ല നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതിന്റെ ഇടയിലുള്ള വേറെ റൂട്ട് നമ്മൾ കാണണം. ഈ നിങ്ങൾ പറഞ്ഞ ദേശസാൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത് അത് മൊത്തം വിറ്റിട്ടല്ല, മൊത്തം വിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളും തന്നെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടപ്പെട്ട ആളുകളായിട്ടുള്ള അതിലൂടെ തന്നെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് നഷ്ടം ഉണ്ടാകുന്നില്ല. അല്ല, ഈ കുറെ കാലം കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ദേശത്തിന് സമ്പത്തായിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം. ഇപ്പൊ മോദി ഗവൺമെന്റ് വന്ന ശേഷം ആൾക്ക് വിൽക്കുക 70 വർഷങ്ങളായിട്ട് നിർത്തിയ സ്ഥാപനങ്ങൾ സാധനം പോലും ഉണ്ടാക്കി എന്ന് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയും. രാജ്യത്തെ വികസനം തന്നെ വിമാനത്താവളം എത്രയോ വിമാനത്താവളങ്ങൾ നമ്മൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. എത്രയോ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ എത്താത്ത പല സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇന്ന് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ, ഈ ട്രെയിനുകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് കാറ്റഗറീസിൽ വന്ദേ ഭാരത് തന്നെ കയറിക്കൊള്ളാം. ഫ്ലൈറ്റ് ഉണ്ട് ഇവിടുന്ന്. ഫ്ലൈറ്റിൽ ഞാൻ പോകണോ വേണ്ടല്ലോ, എനിക്ക് പോക്കറ്റിനനുസരിച്ചല്ലേ ഞാൻ പോകണം. നിങ്ങൾ 2014 നിങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ള സാഹചര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. എന്തായിരുന്നു അന്ന് UPA ഗവൺമെന്റിനെതിരെ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? അഴിമതി ആരോപണങ്ങൾ. പക്ഷെ ആ അഴിമതി ആരോപണങ്ങൾ എന്തെങ്കിലും എത്ര നിങ്ങൾ തെളിയിച്ചു? ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടു? പക്ഷെ അതിനെന്താ പ്രധാനപ്പെട്ട ഒരു കാര്യം? പുകമറ സൃഷ്ടിക്കാനുള്ള കാര്യം. ആ പുകമറ സൃഷ്ടിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക? മീഡിയാസ്. ആ മീഡിയാസ് മുഴുവൻ വിലക്കെടുക്കോട്ട് ഇന്ന് ആകെ 90% മാത്രമേ ഒരു മീഡിയാസിനെ മോഡി കൊണ്ടുപോകുന്നില്ല. മീഡിയാസിനെ കംപ്ലീറ്റ് ഒഴിവാക്കിയില്ല. മീഡിയാസിനെ ഒഴിവാക്കി. എന്തിനു മീഡിയാസ്? മീഡിയന്റെ ആവശ്യമില്ല. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം പറയാൻ വേണ്ടി മീഡിയ ജനാധിപത്യത്തിനെ നിർവചിക്കുമ്പോൾ പ്രധാനപ്പെട്ട ആണിക്കല്ലുകൾ ഒന്നാണ് ഇത് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം. ഈ മാധ്യമങ്ങൾ മുഴുവൻ മാധ്യമങ്ങളെ ഈ രാജ്യത്തെ അത് ഒരു വിദേശ മീഡിയന്റെ ആള് പറഞ്ഞാൽ വളരെ വേസ്റ്റ് ആണ് കേരളത്തിലെ മീഡിയാസ്. ഇന്ത്യൻ മീഡിയാസ് പറഞ്ഞാല് വ്യക്തമായിട്ട് ന്യൂസ് വരുന്നില്ല. ഇവിടെ സത്യസന്ധമായിട്ട് ന്യൂസ് വരണ്ടേ? പക്ഷെ നമ്മൾ അതിനൊക്കെ ഉദാഹരിക്കണമെങ്കിൽ നമുക്ക് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മോശമായിട്ടുള്ള കാര്യമാണ് മോഡി ഗവൺമെന്റ് ചെയ്താൽ ജനങ്ങളല്ലേ അത് എടുക്കേണ്ടത്? ജനങ്ങൾ എന്തുകൊണ്ട് കരുതുന്നത്? ജനങ്ങൾ ഇഷ്ടപ്പെട്ട 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് പ്രധാനമന്ത്രി ഒരു പത്രസമ്മേളനം നടന്ന ഏറ്റവും കൂടുതൽ പത്രക്കാരോട് പറയേണ്ട ആവശ്യമില്ല. ജനങ്ങളോട് നേരിട്ട് പറയാം.
കാര്യങ്ങളും നേരിട്ട് പറയാം. ഈ ജനങ്ങൾക്ക് ആദ്യത്തെ പ്രകടന പത്രിക പറഞ്ഞ കാര്യം നടപ്പിലാക്കി. രണ്ടാമത്തത് പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കി. നടപ്പിലാക്കിയത് പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ഇനി പോട്ടെ, 2024 നിങ്ങളുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ഇനിയുള്ളത് ഒന്ന് പറയാമോ? ഇനിയുള്ളത് പറഞ്ഞാൽ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞാൽ ഈ നടപ്പിലാക്കിയതും കൂടി പറഞ്ഞോളൂ. നടപ്പിലാക്കിയത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മുത്തലാഖ് നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ NCR, അതേപോലെ NCR, അതെനിക്കറിയില്ല. ഒരു കാലത്ത് ഒപ്പം ഒറ്റടിക്ക് ചെല്ലാൻ പറ്റില്ല. ഓരോ വ്യക്തികൾക്കാണ് ഇവിടെ നടപ്പിലാക്കിയ പൊതുപരിപാടികള് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടികള് മതത്തിന്റെ പേരില്ല. മതത്തിന്റെ പേരിൽ ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല ഇതുകൂടി. രാജ്യത്തിന് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ടൂറിസം മേഖല ഡെവലപ്പ് ജീവിതത്തിൽ ഒറ്റ പൈസ ഗുണം ഉണ്ടാക്കിയോ എന്നുള്ളതാണ് ശ്രീ വിലയിരുത്തുന്നത്. നിങ്ങളെ ഭരണം കൊണ്ട്, ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് എന്ത് മാറ്റം സാധാരണക്കാരുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയോ? ഇതൊന്നും ജനങ്ങളുടെ പെട്രോളിന് വില കുറച്ചിട്ട് അവിടെ കൊണ്ടുവരണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ആണ് കൂടുതൽ പോകുന്നത്. നമ്മളിവിടെ നിന്ന് പിരിക്കുന്ന 100 റുപ്യയില് 42 റുപ്യ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. മൊത്തത്തിൽ 60% ഗവൺമെന്റിന്റെ കൂടെ, ബാക്കി 9% കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് 9% മാത്രമേ കേന്ദ്രത്തിന് പോയിട്ടുള്ളൂ. അതെന്താ അറിയാം, 2014 രൂപക്ക ഈ 77 രൂപക്ക് പെട്രോൾ കിട്ടുമ്പോ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു 115 രൂപയുണ്ട്. ഇപ്പൊ 85 രൂപയായി. പെട്രോളിന്റെ വില അറിയാം 107 രൂപ. ലക്ഷക്കണക്കിന് കോടികളാണ് കടമായിട്ട് കൊടുക്കാനുണ്ടായിരുന്നത്. ആ കടം വിട്ടാൻ വേണ്ടിയിട്ടാണ് കോടി രൂപ നാട് മുഴുവൻ ചുറ്റിയാനെ കൊണ്ട് ഇന്നൊരു ഗൾഫിൽ പോയി കഴിഞ്ഞാലും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളതിൽ അതിനൊരു പിന്നെ ഇത് വർദ്ധിക്കുക ചെയ്തു. അവർക്കൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഉത്തരേന്ത്യയിലെ ആൾക്കാർ പുറത്ത് ഉത്തരത്ത് തൂറ റോട്ടിന്റെ അകത്ത് അതിനൊക്കെ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കും. കക്കൂസ് ഉണ്ടാക്കണേന്ന് പറഞ്ഞപ്പോ എല്ലാവരും ആദ്യം കുറ്റം പറഞ്ഞു, ഇയാൾ കക്കൂസ് ഉണ്ടാക്കാനാ വന്നത് വെച്ച്. അതേസമയത്ത് കക്കൂസ് ഉണ്ടാക്കി കൊടുത്ത സമയത്ത് അവിടുത്തെ MP എന്ത് ഇപ്പൊ വയനാട് MP ആയി. കേരള ഗവൺമെന്റ് പെൻഷൻ കൊടുക്കാണ്ട് നിങ്ങൾ ശൗചാലയത്തിന്റെ കാര്യം പറഞ്ഞത് സംഗതി പെൻഷൻ കൊടുക്കൂല. സംഗതി എന്ത് ചെയ്യും? അവിടെ കൊടുത്തിട്ട് അവിടെ മീഡിയാസ് പോയത്. ഞാൻ എൻ്റെ പേര് അജയൻ ഷബിനി, അമ്പലങ്ങാടി സ്വദേശിയാണ്, CPM പാർട്ടി മെമ്പറാണ്. എൻ്റെ പേര് ഷാജി, മണ്ണൂർ സ്വദേശിയാണ്, ഞാൻ രജനി KT, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്, കോൺഗ്രസ് പ്രവർത്തകയാണ്. പ്രേമാനന്ദൻ ചെമ്മഞ്ചേരി, വീട് കുടുംബത്താണ്, BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ MA കബീർ, നല്ലൊരു സ്വദേശിയാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്.